AK റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വണ്ടി വാഷ് ചെയ്ത് നമുക്ക് പോളിഷ് ചെയ്ത് വണ്ടി നല്ല നീറ്റായി കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ട് മീൻസ് കുറച്ച് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ചെളിയും അഴുകും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് തുണി മാത്രമായിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വെള്ളം നനച്ച് കഴുകിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ക്ലോത്തിട്ട് നമ്മുടെ ബൈക്ക് തുടയ്ക്കുക. ഇത് കംപ്ലീറ്റും കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റും ചെളിയും ഇതായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ പരമാവധി എല്ലാ ഭായിമാർക്കും ഉപകാരപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതൊക്കെ നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ്. വലിയ ബോട്ടിലിരിക്കുന്നത് ഡീസലാണ്. അത് നമുക്ക് ചെയ്യേണ്ടത്. ഇത് നമുക്ക് വാഷ് ചെയ്യുന്ന ഷാമ്പു ആണ്. ഇത് നമ്മൾ ടയറൊക്കെ പോളിഷ് ചെയ്യുന്നത്. ഇത് നമുക്ക് പോളിഷ് ചെയ്യുന്നതാണ്. ഇത് ഗ്രേഡ് 90-ലേതാണ്. ഈ ഗിയർ ഓയിലാണ്. ഇത് നമുക്ക് അത്യാവശ്യം ചെയിനിലൊക്കെ ചെയ്യാം. ഇത് നമ്മുടെ ഈ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ അടിയിലുള്ള അഴുക്ക്, ആ ഗ്രീസൊക്കെ ഇത് നമുക്ക് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ റിമൂവ് ആവുന്ന ആ ഒരു ഇതുമാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇതിനാവശ്യം. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. ആദ്യം ഒന്ന് നമുക്ക് വാഷ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഈ ഗണ്ണ് നമ്മൾ ഓസിട്ട് നന്നായിട്ട് ഇതിൽ ടൈറ്റ് ചെയ്ത്, ചെറിയ ഗണ്ണ് അത്യാവശ്യം നമുക്ക് ഇതൊക്കെ വീട്ടിലൊക്കെ വാഷ് ചെയ്യാം. ചെളിയൊക്കെ നന്നായിട്ട് ഇതിൽ പൊക്കിയാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നതാണ് എഞ്ചിൻ നമ്മുടെ ഇവിടെ അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ കൂടെ ഈ ഭാഗത്തൂടെ നമ്മൾ തണ്ട വെള്ളം വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെ അടഞ്ഞിരിക്കാത്ത രീതിയിൽ ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് വെള്ളം വരാനുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇതിനെ വെള്ളം. അപ്പോൾ ഇവിടെ അടവുണ്ടാന്നുള്ളത് നോക്കി ഇവിടെ ചെറിയ ഏതെങ്കിലും കമ്പീരത എടുത്തിട്ട് ചെറുതായിട്ട് ഈ ഹോളൊന്ന് മാറ്റി കൊടുത്ത് അതൊന്ന് നോക്കണം. അടുത്തത് നമുക്ക് ഡീസൽ കുറച്ച് എടുത്ത് അതിൻ്റെ താഴത്തെ താഴെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഇത് ബാക്കിയുള്ള അഴുക്കൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഇത് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നാണ് നമുക്കിനി ഇതേപോലത്തെ ഒരു തുണി എടുത്തിട്ട് ആ ഡീസൽ നമ്മൾ തേച്ച ഭാഗത്തൊക്കെ നമുക്കിതിനെ ഒന്ന് ഇട്ടൊന്ന് തുടയ്ക്കാം.
പോളിഷാണ് ഞാൻ പേര് അത് പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൗഡർ കോട്ടിങ്ങിലും ടയറിൻ്റെ ഇതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ബോഡിക്ക് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഞാൻ ബോഡിക്ക് വേറെ നമ്മുടെ കയ്യിൽ വേറെ ഇതുണ്ട്, പോളിഷുണ്ട്, അത് നമ്മൾ വേറെ കാണിക്കാം. പക്ഷേ ഇത് നമുക്ക് ടയർ വീലും ഈ പൗഡർ കോട്ടിങ്ങുള്ള ഭാഗങ്ങളൊക്കെ നമുക്കിത് വെച്ച് അടിച്ച് നോക്കാം. നമ്മളൊരു ടയറിൽ ഇങ്ങനെ കുറച്ച് അടിച്ച് പ്രസ് ചെയ്തതിന് ശേഷം അടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പോഞ്ച് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ തുടച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫുള്ള് 2 ടയറും നമുക്ക് ചെയ്യാം. പക്ഷെ വണ്ടി വാഷ് ചെയ്ത് നല്ല ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇത് ബുള്ളറ്റ് എക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ വീല് ഇതെല്ലാം പൗഡർ കോട്ടിങ്ങാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തുരുമ്പ് കയറാതിരിക്കാൻ സഹായിക്കുന്നത് ഒരു പരിധി വരെ. നമുക്ക് നല്ല ഫിനിഷിങ് ഉണ്ട്. ഇത് ഇടയിലൊക്കെ നന്നായിട്ട് വീലിൻ്റെയും ടയറുമായിട്ട് ഇടയിൽ വരുന്നിടത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇത് ഏകദേശം ഞാൻ അന്ന് ചെയ്തിട്ടിപ്പോൾ ഒരു 2 മാസത്തോളമായി. പക്ഷെ ടയർ നല്ല ഫിനിഷിങ് തന്നെ കാണും. അതുകൊണ്ടല്ലേ ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ബാക്ക് സൈഡും പുരട്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീലിൽ കംപ്ലീറ്റും ഇത് ചെയ്തായിരുന്നു. അപ്പോൾ ഉണങ്ങിയാലും നമുക്ക് ഈ കളർ തന്നെ ആയിരിക്കും കാണുന്നത്. ബ്ലാക്ക് കളർ തന്നെ കാണും. അത് വേറെ ഇതൊന്നുമില്ല. കറക്റ്റായിട്ട് ഉള്ളത്. ഇതിനകവും അകത്തൊക്കെ നല്ല കണ്ടോ.
അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഇത് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടാമത് ഇപ്പോഴാണ് പോളിഷ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ആളിനെ ഉണ്ടെന്നാണ് ഇത്. ആളിനെ പോളിഷ് കാറിൻ്റെയും ബൈക്കിൻ്റെയും ടയറിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ്, കാറിൻ്റെ ഡാഷ്ബോർഡ് ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ പ്ലാസ്റ്റിക് വരുന്ന ഫൈബർ വരുന്ന ഭാഗങ്ങൾ, ടയറിൻ്റെ ബാക്ക്, ടയറിൻ്റെ സൈഡുകൾ ഇതൊക്കെ ചെയ്യാമെന്നുള്ളത്. നമുക്കിനി ടാങ്കിൽ നമുക്കിനി പോളിഷ്, നമ്മുടെ ഇതാണ് പോളിഷ് ചെയ്യാൻ. നമ്മുടെ പെയിൻറ്റിങ് സ്ഥലത്തൊക്കെ നമ്മളിത് വെച്ച് പോളിഷ് ചെയ്യും. മോട്ടോമാക്സ് എന്നാണ്. ഇതിലൊക്കെ നമുക്ക് ബൈക്കിൽ ഇതൊക്കെ ചെയ്യാം. നമ്മൾ ജസ്റ്റ് തൊട്ട് ശേഷം മതി, കുറച്ച് പുരട്ടിയിട്ട് നല്ല മൈക്രോ പോളിത്തീൻ അപ്പോൾ ഏകദേശം കമ്പനി ലുക്കിൽ ആയി എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ എല്ലാ ഭായിമാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ തന്നെ പോളിഷ് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് നമ്മുടെ വണ്ടി എപ്പോഴും നല്ല നീറ്റായി വയ്ക്കാൻ ഇത് ഇങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. എല്ലാ ഭായിമാരും ഇതിന് കമൻ്റായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, പറയണം. നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിവിലേക്കായി താങ്കളുടെ കമൻറ്റുകൾ എന്തായിരുന്നാലും അത്യാവശ്യമാണ്. ഇനി പുതിയ വീഡിയോകൾ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സബ്സ്ക്രൈബർ നമുക്ക് പ്രതീക്ഷയാണ്, നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ മറ്റ് സഹകരണവും. ഓക്കെ, താങ്ക് യു.